നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരിച്ച മനുഷ്യന്റെ ശബ്ദം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ശബ്ദം കേട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവേഷകർ. ഒരു സംഘം ബ്രിട്ടീഷ് ഗവേഷകരാണ് 3000 വർഷം മുമ്പത്തെ മമ്മിയുടെ സ്വരം പുനഃസൃഷ്ടിച്ചത്. ഇതിനെ സഹായിച്ചത് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയും ആണ്. BC 1099 1069 ഇടയിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന നൈസാമുൾ എന്ന പുരോഹിതന്റെ മമ്മിയാണ് ഗവേഷകർ പരീക്ഷണത്തിനായി ഉപയോഗിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്വനതന്തുക്കൾ സ്കാൻ ചെയ്ത് 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുനഃസൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് ശബ്ദ തരംഗങ്ങളെ ഇതിലൂടെ കടത്തിവിട്ടു. സ്വരം പുനഃസൃഷ്ടിക്കുവാൻ കമ്പ്യൂട്ടർ മോഡലുകളുടെ സഹായവും ഉപയോഗിച്ചു. ഇവർ കേട്ട ശബ്ദമാണ് രസകരം. മേ എന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണ് ഇവർ കേട്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക്, ലിസ്റ്റ് മ്യൂസിയം എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. മരിച്ച മനുഷ്യന്റെ ശബ്ദം ഇതിനു മുമ്പും പുനഃസൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. BC 1099 1060 ഇടയിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന സൈനാമുദ്ദീൻ എന്ന പുരോഹിതന്റെ മമ്മിയാണ് ഗവേഷകർ ഇതിനുവേണ്ടി ഉപയോഗിച്ചതെന്നതും പ്രത്യേകതയാണ്. സ്വരം പുനഃസൃഷ്ടിക്കുവാൻ കമ്പ്യൂട്ടർ മോഡലുകളുടെ സഹായവും ഉപയോഗിച്ചു. ഇതിനു മുമ്പും അലറിക്കരയുന്ന മമ്മികളുടെ കഥകൾ നിരവധിയായി വന്നിട്ടുണ്ട്. ഇന്നോളം ഗവേഷകർക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു 1886 ഒരു മമ്മിയെ ഗവേഷകർ കിട്ടുകയും അതിൽ നിന്ന് ശബ്ദം വരുന്നതും കേട്ടത്. എന്നാൽ മറ്റ് മമ്മികളെ അപേക്ഷിച്ച് ഈ മമ്മിക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നാണ് ഇവർ കണക്കാക്കിയത്. ലോകം വിസ്മയത്തോടുകൂടി കണ്ട ദി മമ്മി എന്ന ചിത്രത്തിലെ ക്രൂരനായ വില്ലൻ ഇമോത്തെപ്പിന്റെ കഥയ്ക്ക് സമാനമായ കാര്യങ്ങളാണ് 1886 ഈജിപ്തിൽ കണ്ടെത്തിയ മമ്മിയിൽ നിന്നും പര്യവേഷകർക്ക് ലഭിച്ചത്. വായ തുറന്ന നിലയിലായിരുന്നു മമ്മി കല്ലറയിൽ നിന്നെടുത്തത്. വൃത്തിഹീനമായ രീതിയിലായിരുന്നു മമ്മിഫിക്കേഷൻ നടന്നത്. സാധാരണഗതിയിൽ ലിനൻ തുണിയിൽ പൊതിഞ്ഞാണ് മമ്മികളെ തയ്യാറാക്കുക. എന്നാൽ അലറിക്കരയുന്ന മമ്മിയുടെ കൈകൾ മൃഗങ്ങളുടെ തൂലിലാണ് പൊതിഞ്ഞിരുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാകട്ടെ ആട്ടിൻ തോലിലും പൊതിഞ്ഞു. ഈജിപ്തിലെ തടാകങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ചിരുന്ന നാട്ടോൺ എന്ന തരം ഉപ്പിട്ടായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. കുറച്ച് ഉപ്പ് മമ്മിയുടെ വായിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഉറപ്പാണ്, ഈജിപ്തിന്റെ ചരിത്രത്തിൽ ഇത്രയും അസ്വാഭാവികവും നിഗൂഢവുമായ രീതിയിൽ ഒരു മമ്മിഫിക്കേഷൻ നടന്നിട്ടില്ല. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, മമ്മിഫിക്കേഷൻ എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. മമ്മിഫിക്കേഷൻ അഥവാ മൃതദേഹത്തെ മമ്മിയായി രൂപാന്തരപ്പെടുന്ന രീതിയാണ് ഇത്. ഇതിനെപ്പറ്റി നിരവധി പഠനങ്ങളും നടന്നു വരുന്നുണ്ട്. ശവശരീരം അഴുകാതെ കേടുവരാതിരിക്കുവാനായി ശരീരത്തിലെ ജലാംശത്തെ പുറത്തു കളയുന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിനെ തുടർന്ന് അത്യപൂർവമായ സുഗന്ധ തൈലങ്ങളും മറ്റും ഉപയോഗിച്ച് മൃതദേഹത്തെ കുളിപ്പിക്കും. ഇതടക്കം നിരവധി പ്രവർത്തനങ്ങളിലൂടെ കടന്ന് പിരമിഡുകളുടെ നിർമ്മാണം വരെ എത്തുന്നതാണ് ഈ പ്രക്രിയ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് അന്നോൺമാൻ ഇയിൽ നിന്ന് ലഭിച്ചതെന്നാണ് സൂചന. തലച്ചോറും കുടലുമടക്കമുള്ള ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യാതെയാണ് ഇവിടെ മമ്മിഫിക്കേഷൻ നടത്തിയതെന്ന് തന്നെ ദുരൂഹതകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. നൈൽ നദിയുടെ തെക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന ഈജിപ്ത് ശിവക്ഷേത്രങ്ങളുടെയും പിരമിഡുകളുടെയും ദുരൂഹതയിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് നിലവിലെ ഈ വിവരങ്ങൾ. പുരാതന ഈജിപ്ത്യൻ സംസ്കാരത്തിന്റെയും ഫറവോ കാലഘട്ടത്തിന്റെയും നിലവിൽ കെയ്റോയിലുള്ള ഈജിപ്ത്യൻ പുരാവസ്തു വകുപ്പിന്റെയും മ്യൂസിയത്തിലാണ് ഈ മമ്മികൾ സൂക്ഷിച്ചിട്ടുള്ളതെന്നും പ്രത്യേകതയാണ്. എന്തായാലും 3000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു മമ്മിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ശബ്ദം പ്രകടിപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഗവേഷകരും. ഇനിയും കൂടുതൽ പരീക്ഷണങ്ങൾ ഇത്തരം മമ്മിയിൽ സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം കരുതുന്നതും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.